അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഒരു നോമ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ നോമ്പിൻ്റെ അത്താഴത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് മനുഷ്യനല്ലേ തെറ്റ് വന്നിട്ടുണ്ടാവും. നല്ലോണം ശ്രദ്ധിക്കണം മക്കളെ. റമദാൻ മാസമാണ്. ഒരുപാട് ആൾക്കാർ കഴിവുള്ള പേർക്കാർ വന്നിട്ട് റമദാൻ മാസം കുടുംബക്കാർ വന്നിട്ട് റമദാൻ മാസത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേങ്ങാൻ വേണ്ടിയിട്ട് കുടുംബക്കാർ വരുന്നു മക്കളെ. നമ്മൾ പേരിന് വേണ്ടിയിട്ട് കുറേ ആളെ കൂട്ടിയിട്ട് ഓരോ നാണുമാനം കളഞ്ഞിട്ടുണ്ട്. കാരണം കുറേ ബന്ധുക്കൾ ഓരോരോ ഉടപ്പുറപ്പ് വരുന്നത് എന്തോ വിഷമത്തിലുണ്ടായിട്ട് വരുന്നത് പണിയെടുത്തിട്ട് എത്താത്തത് കൊണ്ട് നോമ്പ് പെരുന്നാലോ പടി നേരെ ജീവിക്കണ്ടേ. നോമ്പെല്ലാം നോക്കണം. നല്ലൊരു കറിയും ഭക്ഷണം നല്ലതില്ലെങ്കിൽ നോമ്പിനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാകും. നയിച്ച് തിന്ന ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെടുത്ത് വരുന്നത്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓറന്നെ പേർക്ക് നിങ്ങൾ എന്തെങ്കിലും സഹായിക്കുന്നത് കൊണ്ടുകൊടുത്ത മക്കളെ, ആൾക്കാരെ കൂട്ടത്തിൽ കൂടിയിട്ട് ഓരോ നാണന്മാരും കളയുന്ന മക്കളെ, ആരെങ്കിലും മക്കളെ വായിച്ചതാ ഇല്ലെങ്കിൽ ഓരോ കുടുംബക്കാരെങ്കിലും വേറെ ഉണ്ടെങ്കിൽ ഓരോരുത്ത് വന്നിട്ടാകുമ്പോൾ നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഓർക്കൊരു നാണക്കടാണ്. വളരെ വിഷമത്തിലാണ് ഒരു പെരക്കാരിങ്ങനെ വരുന്നത്. ആരും മടിക്കേണ്ട മക്കളെ. ഉള്ളത് 20 15 ഒന്നും ആക്കണ്ടാന്ന്. ഉള്ളത് കയ്യും പോലെ കൊടുക്കും മക്കളെ. ഓർ വലിയ വിഷമത്തിലുണ്ട് നമുക്കറിയില്ല. വലിയ വിഷമത്തിലാണ് ഒരാൾ നിങ്ങളെത്തേക്ക് വരുന്നത്. അത് ചിന്തിക്കായിട്ട് എത്ര നല്ല മീൻ കറി ഞമ്മ കൂട്ടുന്നു. കൈവുണ്ട് ആൾ എത്ര ഇറച്ചിയും കോഴിയും എല്ലാം പൊറോട്ടെല്ലാം അതൊന്നും തിന്നുന്ന കഴിയാത്ത എത്രയോ ആളുടെ കൈവില്ലാത്ത ആളുടെ മക്കളെ. ഒരു പെരുന്നാൾക്ക് മക്കൾക്ക് എന്തെങ്കിലും നേരെ ഡ്രസ്സ് എടുത്തിട്ടായിട്ടാണ് ചില ആൾ വരുന്നത്. എന്തെങ്കിലും നേരെ എന്തെങ്കിലും തിന്നറാതിട്ടാണ് ഈ റമദാൻ മാസമാണ് ആർക്കെങ്കിലും പാവങ്ങൾക്ക് ഒരു നേരെയുള്ള ഭക്ഷണം കിട്ടുന്നത്. അത് കിട്ടുന്നില്ല എല്ലാവർക്കും. അള്ളാഹ് കഴിച്ചിട്ട് ആരും എന്നോട് ബേജാറാക്കിയാണ് വിഷമം കൊണ്ട് പറയുന്നത്. ഖാലി പലസ്തീനി മക്കളെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. പലസ്തീനി മക്കൾക്ക് ചോറുണ്ട്, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്. അവരെത്ര വിഷമത്തിലുണ്ടത്. അവർക്ക് നിൽക്കാനുള്ള ഒരു പള്ളിയുണ്ട്. അപ്പോൾ ഓരോ എത്രയോ ആൾ മരിച്ചു ഈ വിഷമമില്ലാതെ. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. നമുക്ക് നമ്മളെ അവസ്ഥ എന്തായിട്ടുണ്ടോയെന്ന് അറിയില്ല. പറഞ്ഞ മനസ്സിലായി. പലസ്തീനെ ഇപ്പോൾ പിടിച്ചല്ല. ഇനി ഏത് നാട് പിടിക്കുമെന്നറിയില്ല. അതുകൊണ്ട് വെള്ളപ്പൊക്കം, സുനാമി, ഇങ്ങനത്തെ എല്ലാം അള്ളാഹോട് ദ്വാരക്ക് ഏത് സമയത്തും അല്ല നമ്മൾ ഒരു പിടുത്തം പിടിക്കും. ഞാൻ എത്ര കൊല്ലമായി പറയുന്നത് അള്ള ഒരു പിടിച്ചെങ്കിൽ എന്താക്കിയാലും കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് നല്ലത് ചെയ്യും. എല്ലാത്തിനും ഒഴിവായിട്ട് അള്ളാഹിനെക്കൊള്ള മടങ്ങിയിട്ട് മനുഷ്യനെല്ലാം ആരെയൊന്നും പാവം വന്നു പോകും. അള്ളാഹിനെക്കൊള്ള ഉറക്കണം പിടിച്ചോളി. അള്ളാഹിനെ എല്ലാം ഒരേ വയ്യില്ല മക്കൾ പറഞ്ഞ അള്ള ഓരോരോ നാട്ടിനെ പിടിച്ച് ഖിയാമത്ത് അടയാളാണ്. ഓരോരോ നാട്ടിനെ അള്ള പിടിക്കും. നമ്മളെ അള്ള പിടിയില്ല. നമ്മൾ ചെയ്തതെല്ലാം ദുനിയാവ് തന്നെ അള്ള തീർക്കാതെ നമ്മളെ ശിക്ഷിക്കാതെ അള്ള നമ്മളെ മരിപ്പിക്കില്ല. പറഞ്ഞ മനസ്സിലായി. ആരും നാണും മാനം കളയണ്ട. മറ്റാളെ പരാജയപ്പെടുത്തണ്ട. വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരിയും തമാശ ഒന്നും വേണ്ടാന്ന്. അള്ളാഹ് ഈ ഒരു മാസം തന്നെ നീ തോപ എതിരെ എന്നോട് മടങ്ങി ഞാൻ അള്ളാഹ് നിനക്ക് ഞാൻ പൊരുത്തപ്പെടും. എല്ലാം അള്ള മാപ്പാക്കി തരും. അള്ളാഹിനോട് സൂക്ഷിച്ച് ജീവിച്ചോളെ മക്കൾ. പാവങ്ങൾ സൂക്ഷിച്ചോളെ. എന്തെങ്കിലും കുടുംബക്കാർക്ക് എന്തെങ്കിലും കൊണ്ടുകൊടുക്കുന്നേരെ നല്ലൊരു മീനോ ഫ്രൂട്ടോ എന്തെങ്കിലും കൊണ്ടുകൊടുക്കുക. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന കൂലി. അള്ളാഹ് ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.